രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തേക്കാളും ശക്തമായ മാധ്യമ സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് കേരളം. ഈ വളർച്ചയ്ക്ക് അടിത്തറ പാകിയവരാണ് ഇന്ന് സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരും. ആ അർത്ഥത്തിൽ കേരളീയ സമൂഹം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് നിറവേറ്റാൻ സർക്കാർ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. 2016 LDF സർക്കാർ ചുമതലയേറ്റ ഉടനെ തന്നെ അതുവരെ കുടിശ്ശിക വന്നിരുന്ന പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. മാത്രമല്ല 2 തവണകളിലായി 3000 രൂപ വീതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കെട്ടിക്കിടന്ന പെൻഷൻ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചു. പത്രപ്രവർത്തക പെൻഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം പ്രത്യേക സംവിധാനം PRDയിൽ ഒരുക്കുകയും ചെയ്തു. ആശ്രിതർക്ക് വേണ്ടിയുള്ള പെൻഷൻ അപേക്ഷകളും പരമാവധി തീർപ്പാക്കാൻ കഴിഞ്ഞു. നിങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്ക് പത്രപ്രവർത്തനം ഒരു കരിയറോ പ്രൊഫഷനോ മാത്രമായിരുന്നില്ല, വരുമാനമുണ്ടാക്കാനുള്ള മാർഗവുമായിരുന്നില്ല, സാമൂഹ്യ സേവന ഉപാധിയായിരുന്നു. നാടിനെ നന്നാക്കാനുള്ള വഴി പത്രപ്രവർത്തനം തുറന്നു തരുമെന്ന് കണ്ട് അതിൽ ആകൃഷ്ടരായവരാണ് നിങ്ങളെല്ലാവരും. കൂടുതൽ ശമ്പളവും സൗകര്യങ്ങളും ലഭിക്കുമായിരുന്നിട്ട് കൂടി പത്രപ്രവർത്തനത്തിൻ്റെ പ്രഭാവലയത്തിൽ നിൽക്കാൻ ആഗ്രഹിച്ച് അത്തരം സാധ്യതകൾ ഉപേക്ഷിച്ച് കടന്നു വന്നവർ. അതൊക്കെ പത്രപ്രവർത്തന രംഗത്തെ പുതിയ തലമുറക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മീഡിയയിലും മറ്റും പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് അവിശ്വസനീയമായ കഥകളായി തോന്നാം. എന്തായാലും അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ മുൻപോട്ട് വച്ചിട്ടാണ് നിങ്ങൾ പത്രപ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ചത്. സത്യസന്ധത, വസ്തുനിഷ്ഠത, ആത്മാർത്ഥത തുടങ്ങിയ മൂല്യങ്ങളുടെ പാഠങ്ങളാണവ. ആരുടെയെങ്കിലും താല്പര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ള ആയുധമാവരുത് കയ്യിലെ പേന എന്ന പാഠവും നിങ്ങൾ സീനിയർ പത്രപ്രവർത്തകർ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ പുതിയ തലമുറക്ക് മുന്നിൽ സ്വന്തം ജീവിതവും പ്രവൃത്തിയും കൊണ്ട് തന്നെ വലിയ പാഠങ്ങൾ തുറന്നു വെച്ചവരാണ് നിങ്ങൾ. ആ നിലക്ക് ഏറെ ആദരിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ. കേരള സർക്കാരിന് ആ നിലക്കുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. ആ ബോധ്യമാകട്ടെ നിങ്ങളോടുള്ള സമീപനത്തിൽ പ്രതിഫലിക്കുമെന്നതും തീർച്ചയാണ്. നിരവധി ആവശ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ന്യായമാണ് താനും. സംസ്ഥാനത്തിൻ്റെ വിഭവ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവയൊക്കെ എങ്ങനെ എത്രത്തോളം പരിഗണിക്കാൻ കഴിയുമെന്ന കാര്യം തീർച്ചയായും പരിശോധിക്കുമെന്നറിയിക്കട്ടെ. പെൻഷൻ കാര്യങ്ങൾ മുതൽ ആരോഗ്യ പദ്ധതി വരെയായി നിരവധി ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. പെൻഷൻ വർദ്ധിപ്പിക്കണം, പെൻഷൻ ഘടനയിലും കോൺട്രിബ്യൂഷനിലും കാലോചിതമായ മാറ്റങ്ങളുണ്ടാകണം, ചികിത്സാ സഹായം ലഭ്യമാക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ളത്. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഭാരവാഹികൾ വളരെ കൃത്യമായി ആവശ്യങ്ങൾ ധരിപ്പിക്കാറുമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിശോധിക്കുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.